അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചായയൊക്കെ കാച്ചി വെച്ചിരിക്കണം കേട്ടോ. ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മൾ പൊറാട്ട കൊണ്ടുവരിച്ചു. കുറേ ദിവസമായിക്കണം പൊറാട്ട എന്നിട്ട് മക്കളും തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിക്കണം. പൊറാട്ട വാങ്ങി തരുമോ, പൊറാട്ട വാങ്ങി തരുമോ, പൊറാട്ട വാങ്ങി തരുമോ. ആയിക്കോട്ടെ എന്ന് നമ്മളും കരുതി. എന്നാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം രാവിലെ തന്നെ അടുക്കളയിൽ അങ്ങനെ പൊരിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പൊറാട്ട കൊണ്ടുവരിച്ചിരിക്കണം കേട്ടോ. പിന്നെ അതിക്കുള്ള ചാറാണ് കേട്ടോ. അതിക്ക് ചാറ് കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ വേറെ ചാറൊന്നും ഞാൻ കൊണ്ടുവരിച്ചില്ല കേട്ടോ. ഈ ചാറ് തന്നെ നല്ല രസമാണ്. പിന്നെ കേങ്ങൊക്കെ ഇട്ട് കണ്ടാണ്. പിന്നെ പലവകൻ്റെ ചാറ് കഴിക്കാൻ കേട്ടോ. പിന്നെ കേങ്ങൊക്കെ കുത്തി ഉടച്ചിക്കാണ്ട് ഉണ്ടാക്കുന്ന ചാറാണ്. പക്ഷേ ഈ ചാറ് നല്ല രസമാണ് കേട്ടോ പൊറാട്ടയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ചാറൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ നമ്മളൊരു ചാറുണ്ടാക്കിയാൽ പിന്നെ ചിലപ്പോൾ ബാക്കി കാലം പിന്നെ പൊറാട്ടയൊക്കെ ആകുമ്പോൾ ഇറച്ചിച്ചാറോ കോഴിച്ചാറോ മണമെന്നെങ്കിലല്ലേ മക്കൾക്ക് തീർപ്പതി ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ കോഴി ഇറച്ചിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ചാറ് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് കുറച്ച് കേങ്ങും ചാറോ അല്ലെങ്കിൽ കടല ഒക്കെയല്ലേ പറ്റുള്ളൂ. അപ്പം അതിലേറെ അല്ലാണ് ഈ ചാറിലെ. അപ്പോൾ ഇതാക്കണേ നമ്മൾ സനുവിന് ചാറ് പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പം മീനുട്ടിക്ക് ചോദിച്ചിട്ട് പാരാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ സനുവിന് ചായ കൊടുത്തേക്കണം കേട്ടോ. അപ്പം മീനുട്ടി പറഞ്ഞു ഓക്കും തന്നെ ചാറ് പാർന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഓൾക്ക് രണ്ടാക്കും ചാറൊക്കെ പാർന്ന് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓല് ചായയൊക്കെ കുടിച്ച് ഓലൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചു. പിന്നെ നമ്മൾ മിറ്റടിച്ച് വരാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ തക്കാളി തഞ്ചും മുളക് തഞ്ചൊക്കെ ഉണ്ടല്ലോ, എന്തോ ഒരു ഉസാറ് കമ്മി ഉണ്ട് കേട്ടോ ഓലിക്ക്. അപ്പോൾ വെയിൽ തട്ടായിട്ടാണോ എന്നൊരു സംശയം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി, നമ്മളാ ഭാഗത്തൊക്കെ നമ്മൾ ചേമ്പ് വെച്ചിട്ടിനി അതൊക്കെ നമ്മളെ പന്നിയോ പെരിച്ചായൊക്കെ കുത്തിപ്പോയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് നന്നാക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഈ സൈഡ് കൂടി കേട്ടോ നമ്മൾ ചേമ്പൊക്കെ കുഴിച്ചിട്ടിനിയത്. അതൊക്കെ നമ്മൾ എന്താ നോക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ പെരിച്ചായി ആണോ ഇനി പന്നിയാണോ എന്നൊന്നും അറിയില്ല. ഒക്കെ കുത്തിയിട്ട് പോകും. തള്ളയും കൂടി കുത്തി കണ്ട് പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതുണ്ടാവില്ലല്ലോ, വിത്ത് ഉണ്ടാവില്ല. പിന്നെ ഞാൻ കുത്തിയെടുത്തൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒന്നുമില്ല ഇനി കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇന്നെ ഇതാക്കണ ഒരു മുള്ളഞ്ചാക്ക ഉണ്ട് കേട്ടോ. അത് താത്താൻ്റെ അടുത്തൊക്കെ പോയപ്പോൾ താത്ത തന്നതാണ് കേട്ടോ ഒരു മുള്ളഞ്ചാക്ക. നമ്മൾ ജനിച്ചിട്ട് ആ മുള്ളഞ്ചാക്ക കണ്ടിക്കണ് പക്ഷേങ്കിൽ തിന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ വെക്കാന്നൊന്നും അറിയില്ലേനി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വെക്കാൻ അറിഞ്ഞിട്ടില്ലേ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ മതിയല്ലേ. അങ്ങനെ ആ മുള്ളഞ്ചക്ക ചെത്തണം. പിന്നെ ഞാൻ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ പൊറാട്ടയല്ലേ, അപ്പോൾ പിന്നെ മുള്ളഞ്ചക്ക അവിടെ നിൽക്കട്ടെ വിചാരിച്ച് ചായയുടെയാണ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മുള്ളഞ്ചക്ക ചെത്താന്ന് വിചാരിച്ചിട്ടോ. അതെങ്ങനെയാണ് എന്താണ് ഒന്നും അറിയില്ല. മുള്ളഞ്ചക്ക കിട്ടി, അതെങ്ങനെ വെക്കാന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് ചായയോടി കഴിഞ്ഞിട്ട് അതിന്മേൽ പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ അതാക്കണേ ഞാൻ ഒന്നുമ്മ ചാറ് പാർന്നിക്കണം കേട്ടോ. ഒന്നുമ്മ ചാറ് പാരാതെയാണ് കേട്ടോ എടുത്തിക്കണത്. ചാറ് പാരാതെയാണ് കേട്ടോ രസം. ഇങ്ങനെ കട്ടൻ ചായയും ഒരു പൊറാട്ട കണ്ടൊക്കെ ഇങ്ങനെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. ചൂടുള്ള പൊറാട്ടയും അതേമാതിരി ചൂടുള്ള ചായയാണ്. അപ്പോൾ ഞാൻ ഏതായാലും രണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചായപ്പാട്ടമ്പത്തുമ്മലാണ് കേട്ടോ ഞാൻ കടിയും കൊണ്ട് പോണത്. അപ്പോൾ ആക്കണേ ഭാഗ്യത്തിന് ഇവിടെ എത്തിയപ്പോഴാണ് ചാടിയത്. അപ്പോൾ നിലത്ത് കാണിച്ചെങ്കിൽ നമ്മൾ നിലത്തുനിന്ന് പൊറുക്കി തിന്നണ്ടേ. പിന്നെന്താണെന്നറിയാം, നമ്മൾ കുറച്ച് നടക്കാൻ മടിച്ചിട്ടാണ് നമ്മളിങ്ങനെ കാട്ടുന്നത്. അപ്പോൾ ഏതായാലും ഭാഗ്യത്തിന് ചാടിയില്ല. ഒരു കജ്ജിൽ ഫോണും ഉണ്ട്, ഒരു കജ്ജിൽ ചായയൊക്കെ ആയിട്ട്. അങ്ങനെ ഏതായാലും നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഒരു പൊറാട്ട ചാറ് പാരാദ്യം ഒന്ന് ചാറ് പാർന്നും തിന്നും. പിന്നെ പാത്രമൊക്കെ മോറാനുണ്ടായിനി. പിന്നെ പാത്രമൊക്കെ മോറിയെടുക്കുകയാണ് കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചാണല്ലേ ഒരുപാട് പാത്രങ്ങളുണ്ടാകും. നേരം നീച്ച് വരുമ്പം സിങ്കിലും അവിടെയും ഇവിടെ ഒന്നും ഒരു ഒറ്റ പാത്രം ഉണ്ടാവില്ല. പിന്നെ കാണാം ഈ പാത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ അറിയില്ല കേട്ടോ. അത് ഓരോന്നെടുത്തിട്ട് പിന്നെ അവിടെ അങ്ങനെ ആകണത് ഇക്കാരമല്ല. അതിപ്പോൾ എങ്ങനെയല്ലേ, നമ്മളല്ലാതെ പിന്നെ ആരപ്പോൾ ഇവിടെ ഉള്ളത് എടുത്തേക്കാൻ. അങ്ങനെ ഏതായാലും ചായയുടെയും കഴിഞ്ഞു, പാത്രം മോറലും കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറ് ഇടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചോറ്റിന് തണിയും തീമിടാൻ വേണ്ടി തിജ്ജ് കത്തിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെ മുള്ളഞ്ചാക്ക ചെത്തുമ്പോത്തിന് നമുക്ക് നമ്മളെ തിജ്ജാണ് കത്തിച്ച് ചോറ്റിന് അരി ഇടാമല്ലോ വെള്ളം കാഞ്ഞാൽ. അപ്പോൾ ഞാൻ ഓലക്കൂടെയൊക്കെ വെച്ചിങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെ കടലാസം വന്ന് തിജ്ജ് നമ്മളെ കജ്ജമ്മക്കാണ്ട് പാളി വശെങ്കിൽ പൊള്ളിയതൊന്നുമില്ല കേട്ടോ. നമ്മൾ വലിച്ചുകൊണ്ട് പിന്നെ അടുക്കള പണിയാകുമ്പോൾ പൊള്ളലും മുറിയാവലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണല്ലോ, നമ്മളെ വീട്ടമ്മമാരായാലും അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏതായാലും ഞാൻ തിജ്ജൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓലക്കൊടി വെച്ച് കൊടുത്തിക്കണേ. ഞാൻ ഓലക്കൊടി മേലാണ് കത്തി. പിന്നെ വറകിൻ്റെ ചുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു ചകിരിപ്പൊളിയും അതിന് അതേമാതിരി ചിരട്ടിയും ഒക്കെ വെച്ച് കൊടുക്കും. എന്നാൽ പിന്നെ ചിരട്ടമ്മലൊക്കെ തിജ്ജ് പൊടിച്ച് കിട്ടിയാൽ നല്ലോണം പെട്ടെന്ന് തിജ്ജ് കത്തി കിട്ടും കേട്ടോ.
അങ്ങനെ ഇതാക്കണേ നമ്മൾ ചോറ്റിനുള്ള തണിയും തീമട്ടിക്കണം കേട്ടോ. അപ്പോൾ തീപ്പെട്ടി നമ്മൾ വാങ്ങിക്കണം കേട്ടോ. എന്നും ഗ്യാസുമ്മ കൊണ്ടുപോയി കത്തിച്ചല്ലേ ഇനി നമ്മൾ തീപ്പെട്ടിയൊക്കെ വാങ്ങിക്കണേ. അങ്ങനെ ചോറ്റിനുള്ള തണീനൊക്കെ തീമട്ടു. ഇനി നമുക്ക് അതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ മുള്ളൻചാക്കി ഒന്ന് ചെത്തിയെടുക്കണം. അപ്പോൾ തിജ്ജൊക്കെ ഒന്നും കൂടിയൊക്കെ കത്തിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ ഇതിൻ്റെ മുന്നിലെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ അതിൻ്റെ ഇടയിൽ അതൊക്കെ അടിച്ചു വരാൻ പോയിട്ടോ. ആകെ അടിച്ചു വരി തുടച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ചോറ്റിന് വെച്ചിന് വെള്ളമൊക്കെ തിളച്ചത്. അപ്പം ഞാൻ വേഗം അരി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മുള്ളൻചാക്കിയാണ് ചെത്തിയെടുക്കാം. അപ്പം അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് തിജ്ജൊന്ന് കിട്ടുകണേ. അപ്പം നമ്മൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഊതി കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും തിജ്ജൊക്കെ കത്തിക്കണം. ഇനി നമുക്ക് ഈ മുള്ളൻചാക്കി ഒന്ന് കേയ്യെടുക്കണം ആദ്യം. അപ്പോൾ ഇതിന് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വെക്കാമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താട്ടിയെന്ന് അറിയാം, നമ്മളെ യൂട്യൂബ് ഉണ്ടല്ലോ അപ്പോൾ എന്ത് നോക്കാനും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ മുള്ളൻചക്ക അടിച്ചോട് കൂടി ഇഷ്ടം പോലെ വന്നിട്ടോ. അപ്പോൾ അതിൽ വന്നിനതൊക്കെ ഞാൻ ചാറ് വെക്കണതും വറ്റിച്ചണതും അങ്ങനത്തെയൊക്കെയാണ് കണ്ടത്. പക്ഷെ ഞാൻ ചാറ് വെച്ചാലൊന്നും ഇപ്പോൾ ഇവിടെ മക്കൾക്ക് മാണ്ടില്ല. അപ്പോൾ പിന്നെ തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച മാതിരി വെക്കാമെന്ന് വിചാരിച്ചത് ഇതേപോലെ തന്നെ കേട്ടോ. പിന്നെ ഞാനോ അല്ലേന്ന് അറിയില്ലല്ലോ എഴുതിയിട്ട് ഞാൻ ഒന്ന് നോക്കിയതാണ്. നമുക്കറിയില്ലല്ലോ, അറിയാത്ത നമ്മൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്ന് സംശയം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കണ്ടെന്നെ വെക്കാൻ തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ കണ്ടത് വെച്ചാൽ നമ്മളെ ജീരുള്ളി മീഡിയ ഉണ്ടല്ലോ, ആ ചേച്ചി ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ആ ചേച്ചി പറയുന്നുണ്ട്, പിന്നെ ഇതിനൊരുപാട് പേരുണ്ടാകും പോലും. മുള്ളൻചക്ക, നമ്മൾ മുള്ളൻചക്ക എന്നിട്ട് പറയാം. മുള്ളൻചക്ക, പിന്നെ ലക്ഷ്മണപ്പഴം, പിന്നെന്താ മുള്ളാത്ത, പിന്നെ മാത്ത, അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. പിന്നെ അങ്ങനെ നല്ലൊരു ഔഷധമാണ് പോലും കേട്ടോ ഈ മുള്ളൻചക്ക. പിന്നെ മൈഗ്രെയിനും പിന്നെ മൂത്രാശയ രോഗങ്ങൾക്കും വിളർച്ചക്കും പിന്നെ ശരീരത്തിലെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ. ഞാൻ നമ്മളെ ജീരുള്ളി മീഡിയ എന്നുള്ള ആ ഒരു വീഡിയോസാണ് ഞാൻ കണ്ടത്. ആ ചേച്ചി പറഞ്ഞ ഒരു അറിവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇല്ലം പോലും അത് അമേരിക്കയിൽ ക്യാൻസറുള്ള ആൾക്കാർക്ക് ഈ മുള്ളൻചക്ക കൊടുത്ത് ഓലത് മാറിയിനോലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഐറ്റങ്ങൾക്ക് ഈ ക്യാൻസർ വന്ന ആൾക്കാർക്ക് തന്നെ പിന്നെ ഇതേപോലെ തന്നെ ഈ ക്യാൻസറിൻ്റെ കോശങ്ങൾ വളർന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ മാറിയതാണ് എല്ലാവരും പബ്ലിക്കാക്കിയത്, നമ്മളതീ പറയാം. പിന്നെ വന്നത് പിന്നെ രണ്ടാമത് ആ ക്യാൻസർ വന്നത് ആരും പബ്ലിക്കാക്കിയില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞൊരറിവ് എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അത് പകർന്ന് തന്നതാണ് കേട്ടോ. അല്ലാതെ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ലേന്. ഞാനും കേട്ടിരിക്കുന്നത് ക്യാൻസറുള്ള രോഗികൾക്ക് ഇത് നല്ലതാണ് എന്നാണ് ഞാനും കേട്ടത്. ഇപ്പോഴാണ് അത് മനസ്സിലായത്. അതാക്കണേ ഇത് പോത്താൽ ഒരു പുളിയും ഒരു മധുരമൊക്കെ ആയിട്ടില്ലാണ്. വലിയൊരു രസമൊന്നുമില്ല കേട്ടോ അത് പോത്താ തിന്നാൻ. അപ്പം നമുക്ക് ഉപ്പേരി വെച്ച് കണ്ടൊന്ന് തിന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാക്കണേ നമ്മളെ കടച്ചക്കയല്ല, നമ്മളെ ചക്ക ഉണ്ടല്ലോ, ഇടിച്ചക്ക, അതിൻ്റെ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഒന്നിങ്ങനെ കൊത്തി അരിയാണ് കേട്ടോ. ആ ചേച്ചി ഇതേപോലെ തന്നെയാണ് കേട്ടോ കൊത്തി അരിയണത്. അതിൻ്റെ കൂഞ്ഞൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അപ്പം തൊടുന്നോടത്തൊക്കെ മക്കളെ അതിന് കുരുവാണ്. അതിൻ്റെ കുരു പെടാൻ പറ്റില്ല കേട്ടോ. അവിടെയും കുരു ഇവിടെയും കുരു. നമ്മൾ കുറേ നേരം പണിയെടുത്തിക്കണം കേട്ടോ. ഇതൊന്നും ഇങ്ങോട്ട് ചെത്തിയെടുക്കാനും വേണ്ടി നമ്മളിങ്ങനെ കൊത്തി ഇങ്ങനെ ചെത്തി എടുക്കണം കേട്ടോ. അപ്പം അവിടെ ചെത്തുമ്പോൾ അവിടെയും കുരു, ഇവിടെ ചെത്തുമ്പോൾ ഇവിടെയും കുരു, മറ്റോടത്ത് ചെത്തുമ്പോൾ മറ്റോടത്തും കുരു എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരുപാട് കുരുണ്ടായിന്. അപ്പോൾ ഇങ്ങനെ തോന്നി, പറിച്ചെന്നെ ഇത് വെറും കുരു തന്നെ ഉള്ളൂ, വെക്കാനൊന്നും കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കുറേ നേരം ഇതിമ്മ പണിയെടുത്തുക്കണം കേട്ടോ. കൊത്തി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തുക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കാൻ കേട്ടോ. സംഭവം സൂപ്പറാണ് കേട്ടോ. നമ്മളെ തോരൻ വെച്ച് കഴിച്ചാൽ. പിന്നെ അതേമാതിരി ചാറ് ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. ചാറ് വെച്ചാൽ ഇവിടെ മക്കൾക്കാർക്കും പറ്റില്ല.
അപ്പോൾ പിന്നെ ഉപ്പേരി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണേ കണ്ടില്ലേ, അവിടെ നിന്ന് തൊടുമ്പോൾ അവിടെയൊക്കെ കുരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ്. അപ്പം എന്താ തിന്നാൻ രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ നേരം പണിയെടുക്കണം ഇതിനെ. പിന്നെ അപ്പം രസമല്ലത് തിന്നണമെങ്കിൽ കുറച്ച് നേരം പണിയെടുക്കണമല്ലോ അല്ലേ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും ഇതേമാതിരി ഒക്കെ കൊത്തിയെടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയും പച്ചമുളകും ഒക്കെ നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മുള്ളൻ ചക്ക തോരൻ വെച്ച് കാണ്ടും ചാറ് വെച്ച് കാണ്ടൊക്കെ തിന്നണം. പക്ഷേ ഞാൻ ചാറ് വെച്ചിട്ടില്ല കേട്ടോ, തോരൻ വെക്കുകയാണേ. അപ്പോൾ അങ്ങനെ ഇതാക്കണം. മുള്ളൻ ചക്ക അങ്ങനെ അരിഞ്ഞപ്പോൾ ഇങ്ങനെ തോന്നി ഇത് കുറച്ച് നേരം തീമ പണിയെടുക്കണം. അപ്പോൾ പിന്നെ ചാറ് എന്തെങ്കിലും വേണ്ടേ. അപ്പം എന്നാൽ പയറുണ്ട് തീമട്ടാൽ അതവിടെ കടന്ന് വെന്തും ചെയ്തോളും. ഇത് എന്നിട്ട് അരിയുമ്പോത്തിന് എഴുതിയിട്ട് ഞാൻ എന്താട്ടി പയറല്ല നമ്മളെ എത്തപ്പോൾ ചാറ് വെക്കണത് മറക്കുകയാണ് മക്കളെ, പരിപ്പും പിന്നെ മുളകും പൊടി ഇട്ടിക്കണ്, മഞ്ഞൾപ്പൊടി ഇട്ടിക്കണ്, പെഞ്ചീരകം ഇട്ടിക്കണ്, പിന്നെ 2 പോണ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിക്കണ്, കുറച്ച് ഉപ്പും പാടിട്ടിട്ട് നമുക്ക് കുക്കറിലിട്ട് കൂക്കിച്ചാം. അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് നമ്മളെ മുള്ളൻ ചക്കി ആണ്ട് അരിഞ്ഞ് റെഡിയാക്കുക. പിന്നെ തൂമിച്ചലും ഒപ്പം തൂമിച്ചാൽ മതിയല്ലോ, ചാറും നമ്മളെ മുള്ളൻ ചക്കി. അങ്ങനെ ഇതാക്കണേ ഞാൻ മുള്ളൻ ചക്കിയൊക്കെ പിന്നെ ചാറൊക്കെ ഞാൻ കുക്കറിലിട്ടിട്ട് ഞാൻ പിന്നെയും നമ്മളെ മുള്ളൻ ചക്ക അരിയാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ അരിഞ്ഞിങ്ങനെ എടുക്കുകയാണ്. അരിഞ്ഞെടുക്കുമ്പോൾ പിന്നെയും ഇതാക്കണേ കുരു ഇങ്ങനെ വന്ന് പെടുന്നുണ്ട്. അതൊക്കെ പിന്നെ അങ്ങനെ നുള്ളി പൊറുക്കി അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയണം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറയണ്ടേ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളി, നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ലല്ലോ, വീഡിയോ ഇഷ്ടമാണതും ഇഷ്ടമാകാത്തതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. പിന്നെ എന്താ ഇനി നമ്മളെ വീഡിയോ തുറന്ന് കാണ്ടാണ്ട് നമ്മളെ വർത്താനം കേൾക്കണോട് കൂടി ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് പോകണ്ടോന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ ആരും നിർബന്ധിച്ചില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതിയേ. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ചെയ്യേണ്ടി കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാനതിക്കൊരു വല്ലുള്ളി എടുത്തുക്കണം കേട്ടോ. എന്നിട്ട് അതും തന്നെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തുക്കണേ. നമ്മളെ വല്ലുള്ളി തന്നെ കൊത്തി അരിഞ്ഞിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് നമ്മൾ കജ്ജോണ്ട് തന്നെ ഒന്ന് നൗണ്ടിയെടുക്കണം കേട്ടോ. ആ വല്ലുള്ളിയൊക്കെ എല്ലാ ഭാഗത്തും കേട്ടായി യോജിച്ച് വരട്ടെ നമ്മളെ മുള്ളൻ ചക്കയും അതേപോലെ തന്നെ നമ്മളെ വല്ലുള്ളിയൊക്കെ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും ഒരു ജീരുള്ളിൻ്റെ പൊണിയും ഒരു വെളുത്തുള്ളിൻ്റെ പൊണിയും പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ചീരാപ്പറങ്കിമുളക് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി രസം ഉണ്ടാവും ഈ കേട്ടോ. നമ്മളെ ഞാൻ കണ്ട നമ്മളാ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ചീരാപ്പറങ്കിമുളകാണ് ഇട്ടിരിക്കണം കേട്ടോ. അപ്പം ഞാനും വെക്കാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഞാനൊന്ന് നോക്കിയതാണ് കേട്ടോ. നമ്മൾ അറിയാതെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും ഒന്ന് ചതഞ്ഞാൽ മതി, നല്ലോണം അരയേണ്ട ആവശ്യമില്ല. നമ്മൾ തോരൻ വെക്കണ മാതിരി തന്നെ നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കൂലേ, അതിക്ക് നമ്മൾ ചതച്ചെടുക്കൂല, അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ തോന്നി നമ്മൾ ഇടിച്ചക്കയും മുതിരയും വെക്കൂലേ, അതേപോലെ മുള്ളൻ ചക്കയും മുതിരയും വെച്ചാൽ മതിനി എന്നൊക്കെ ഇങ്ങനെ തോന്നിട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ടേസ്റ്റും അറിയണ്ടേ നമുക്ക്. അതിന് നമുക്ക് എപ്പോഴേലും കിട്ടുകയാണെങ്കിലൊക്കെ വെക്കാം. ഇനി താത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുള്ളൻ ചക്കയും മുതിരയും വെച്ച് നോക്കേണ്ടി രസമുണ്ടോയെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മളെ പരിപ്പും ചാറൊക്കെ വെന്തിക്കണം കേട്ടോ. എന്നിട്ട് അതിക്ക് ഞാൻ ഇതിട്ട് കൊടുത്തിക്കണേ, നമ്മളെ കരിയേപ്പ് ഉള്ളിയും തൂമിച്ച് പാർന്നു. പിന്നെ നമ്മളെ ഇത് ഇട്ടിക്കണം കേട്ടോ, തേങ്ങ ചതച്ചതും. പിന്നെ ഞാൻ ആ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് അതിക്ക് കടുക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ജീരുള്ളിയൊക്കെ ചാറ്റിക്ക് മുക്കി പറന്നിട്ട് പിന്നെ ആ തേങ്ങ ഒന്ന് വാടിയതിന് ശേഷം നമ്മളെ മുള്ളൻ ചക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്ത് ആ തേങ്ങയും നമ്മളെ മുള്ളൻ ചക്കയും ഒക്കെ ഇങ്ങോട്ട് യോജിച്ചിങ്ങോട്ട് കിട്ടണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കണ്ട് വേവിച്ച അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒറ്റിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളെ മിക്സി കഴുകിക്കാണ്ടില്ല വെള്ളമാണ് ഒറ്റിച്ച് കൊടുത്തുക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ, ആവിയിൽ തന്നെ
പിന്നെ തുറന്നിട്ട് ഇളക്കിയിട്ടും പിന്നെയും മൂടി വെച്ചും ഇളക്കിയും അങ്ങനെ നമുക്കത് വേവിച്ചെടുക്കണം. കൊത്തി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് ഒരു കൂട്ടി വെച്ച് കേട്ടോ. അപ്പോഴാണ് ഞാൻ കാണാത്തൊരു കുരുണ്ടേന്, ആ കുരും കൂടി ഒന്ന് എടുത്തിട്ട് കേട്ടോ. എപ്പോഴാണ് അത് അതിൻ്റെ ഉള്ളിൽ ചാടിയത് നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ആ കുരു എടുക്കാൻ പാടില്ല പോലും. അങ്ങനെ ഒന്നും കൂടിയൊക്കെ ഇട്ട് മൂടി വെച്ച് സെറ്റാക്കി എടുത്ത് കേട്ടോ നമ്മുടെ മുള്ളൻചക്കൻ്റെ ഉപ്പേരി. അപ്പോൾ ഇതിന് നമ്മളെ മീൻകാരൻ കാക്ക വന്നു. അപ്പോൾ മീനൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഇനി പിന്നെ നമ്മളെന്താട്ടി അതൊന്ന് നന്നാക്കി എടുക്കണം. പിന്നെ ഈ അയിലേക്ക് നമുക്ക് ആ കാക്ക വെറുതെട്ടെന്നാണ് കേട്ടോ. 2 അയിലയും പിന്നെ ഒരു 3-4 മത്തിയും കൂടിയൊക്കെ നമ്മൾ വാങ്ങിയതിന് ശേഷം മൂപ്പരാക്ക അങ്ങനെ വാരിയിടും. അതുകൊണ്ടാണ് നമ്മൾ ആ കാക്കാനെ കാത്തിക്കണം കേട്ടോ മീൻ വാങ്ങാൻ. അങ്ങനെ നമ്മൾ ഇതാക്കണേ മീനൊക്കെ നന്നാക്കി പൊരിച്ചാണ് കേട്ടോ. അപ്പം 2-3 ദിവസമായിട്ട് കാക്കല്ലേ ഇനി. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് നിങ്ങൾ 2-3 ദിവസമായിട്ട്? പറഞ്ഞ് വണ്ടി കേടേനി, അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ ഇനി ഞാൻ നന്നാക്കാൻ കൊടുത്തേക്കേനി. ഞാൻ പറഞ്ഞു നിങ്ങളില്ല ഞാൻ നമുക്ക് മീനും ഉണ്ടാവില്ല, നിങ്ങൾ ആ നമ്പറൊന്ന് തരുന്നുണ്ട്, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വിളിച്ച് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ നമ്മളെ കാക്കാനോട്, മീൻകാരൻ കാക്കാനോട്. അങ്ങനെ ഇതാക്കണേ. അപ്പോൾ മീനൊക്കെ നന്നാക്കി ഞാൻ മറിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി കാക്ക പറഞ്ഞേക്കണേ നമ്മളോട് 2 ദിവസം കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇനിയും വണ്ടീൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും നിർത്തിയിടെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ പറയണ്ടിട്ടോ എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞങ്ങൾ ഒരു 2-3-4 പേരക്കാർ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ കാക്കാൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ കൂടി പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞേക്കണേ. അപ്പോൾ ഞാനിതാക്കണേ ചാറ് പാരാത്ത സ്ഥലം നോക്കിയിട്ട് നമ്മളെ മുള്ളൻചക്കൻ്റെ തോരനും കൂട്ടിയിട്ടൊന്ന് ചോറ് നോക്കിട്ടോ, അല്ല ചോറ് വെച്ച് നോക്കിട്ടോ. നല്ല അടിപൊളിയാണ് മക്കളെ, നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് നേരം പണിയെടുത്താൽ എന്താ നല്ല അടിപൊളിയായിട്ട് നല്ല ചാതില്ല മുള്ളൻചക്ക സൂപ്പറായിക്കണം കേട്ടോ. നല്ല രസമുണ്ടേനി. അപ്പം ഇനി മുള്ളൻചക്കയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണ്ടി, പറഞ്ഞ മാതിരി മുതലിട്ടും വെച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.